എറണാകുളം കണ്ണമാലിയിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് മറിഞ്ഞു പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്ന ആരോപണം തള്ളി പോലീസ്. യുവാക്കളുടെ വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. മദ്യപിച്ച് അമിതവേഗത്തിൽ വാഹനം ഓടിച്ചതിന് യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ പോലീസ് വാദം തള്ളി യുവാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരിപാടി കഴിഞ്ഞ് വണ്ടി ഓടിച്ചിട്ട് വരുമായിരുന്നു. ഏതാണ്ട് സമയം ഒരു 1-1.5 മണി അടുത്തോളമായി. പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ കൈ കാണിച്ച് നമ്മൾ സ്റ്റോ ചെയ്ത് വരികയും പുള്ളി കൈക്കറി പിടിച്ച് വലിച്ചിടുകയാണ് ചെയ്തത്. ആ ഒരു വീഴ്ചയിൽ തന്നെ പുള്ളിയും മലനടിച്ച് വീണ്. ഞാനും വീണ്, എൻ്റെ കൂട്ടുകാരും വീണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് ഇതിനെ കൊണ്ടുവച്ചാന്ന് പറഞ്ഞു. വണ്ടി എടുത്തിട്ട് പുള്ളി ഒറ്റവിടൽ വിട്ടേച്ച്. ചെല്ലാനം ഹാർബറിൽ കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവാക്കൾ ഉന്നയിച്ചത്. പരിക്കുപറ്റിയ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും പോലീസ് കയ്യിൽ പിടിച്ച് വലിച്ചു താഴെയിടുകയായിരുന്നുവെന്നുമായിരുന്നു യുവാക്കളുടെ വാദം. എന്നാൽ ഈ വാദങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. യുവാക്കൾ വാഹനം ഓടിച്ചിരുന്നത് അമിത വേഗത്തിലെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. ബൈക്കിന് പുറകിൽ കെട്ടിവെച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെന്ന വാദവും കള്ളം. അപകടത്തിൽപ്പെട്ട യുവാവും സുഹൃത്തും ബൈക്കിൽ ആശുപത്രിയിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പരിക്കേറ്റ യുവാവിനെ എത്തിച്ചത് 50 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ. യുവാക്കൾ മദ്യപിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന പരിശോധനാ ഫലവും പുറത്തുവന്നിട്ടുണ്ട്. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ഒരു മദ്യപിച്ച് ബൈക്ക് ഓടിച്ച് വരുന്ന ആൾക്കാർ പോലീസ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ കൈ കാണിച്ച് നിർത്താൻ പറയുമ്പോൾ നിർത്താതെ പോയി. അങ്ങനെ ഒരു പോലീസുകാരെ ഇടിച്ചിട്ട് പോലീസുകാർ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളൊരു കേസ് എടുത്തു. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളെല്ലാം പരിശോധിക്കും. അവരുടെ അലിഗേഷൻസ് എന്താണ് അത് നോക്കിയിട്ട് പ്രോപ്പറായി എൻക്വയറി നടത്തും. സംഭവത്തിൽ യുവാക്കൾ ആലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിന്മേലും അന്വേഷണം നടന്നുവരികയാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.